And then Ronaldo! What a goal by Cristiano Ronaldo! Sensational! ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു 2000 കോയിൻസ് വർത്തായിട്ടുള്ള പോർച്ചുഗൽ പ്രീമിയം പാക്കിൻ്റെ അകത്ത് വരുന്ന റൊണാൾഡോയും അതുപോലെ ഈ ഒരു മാർട്ടിനസ് കോച്ചിൻ്റെയും ഒരു ഡീറ്റെയിൽ റിവ്യൂ എന്ന് വേണേൽ പറയാം. കുറച്ച് കാലം യൂസ് ചെയ്തല്ലോ, അപ്പോൾ ആ രീതിക്ക് പറയാം എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന്. ബാക്കി പ്ലേയേഴ്സിൻ്റെ ഒപ്പീനിയൻ പോലെ പറയാം കേട്ടോ. ഇവരത് രണ്ടുകാലത്തും ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ 378 മാച്ചസാണ് ഈ റൊണാൾഡോനെ കൊണ്ട് ഞാൻ കളിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം എത്ര ഗോൾസ് അടിച്ചോ എത്ര അസിസ്റ്റ് അടിച്ചോ എന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും 382 ഗോൾസും 85 അസിസ്റ്റുമാണ് 378 മാച്ചസ് എന്ന് വന്നത്. അപ്പോൾ ഇതിൽ കുറേ ഗോൾസ്, അതായത് ഒരു 15ഓളം ഗോൾസ് നിങ്ങൾ കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ POTD ഇവൻ്റ് അറിയാലോ, വിഗനർ പോലെയാണ് കളിക്കാനുണ്ടാവുക. അതിലടിച്ച ഗോൾസാണ് 15 ഗോൾസൊക്കെ വെറുതെ അടിച്ചിരുന്നുണ്ടായിരുന്നു, കുറച്ച് അസിസ്റ്റും കൂട്ടിയായിരുന്നു. അപ്പോൾ ഒരു -5 അസിസ്റ്റ്, ഒരു 20 ഗോൾസും നമുക്കൊരു എസ്റ്റിമേറ്റ് അങ്ങ് കുറച്ചോ, അത്രയൊന്നുമില്ല എന്നാലും ഏകദേശം കുറയ്ക്കാം. അപ്പോൾ ഇത്രയും മാച്ചസ് നിന്ന് ഏകദേശം ഇത്ര റിസൾട്ട് ഉണ്ട്. അത്യാവശ്യം നല്ല ഗോൾ കോൺട്രിബ്യൂഷനാണ് ഈ കാർഡിന് വന്നിരിക്കുന്നത്. അപ്പം അധിക മാച്ചസും ഡിവിഷൻ മാച്ച് വേഴ്സസ് PvP ആണ്. കുറച്ച് മാച്ചസാണ് വേഴ്സസ് കളിച്ചിട്ടുള്ളത്. റൊണാൾഡോനെ കിട്ടിയ ശേഷം അദ്ദേഹം കളിച്ചത് നമ്മുടെ റാങ്ക് പുഷും, അതിൻ്റെ ശേഷം കളിച്ച് കുറേ കളി പൊട്ടിയിട്ടുണ്ട്. പക്ഷേ അതിലും ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു റൊണാൾഡോ. ഈ രീതിക്കാണ് അപ്പോൾ ഗോൾ കോൺട്രിബ്യൂഷൻസ് വരുന്നത് ഈ കാർഡിൻ്റെ. നമുക്ക് ബാക്കി കാര്യങ്ങളെ കിടക്കുമ്പോൾ അറിയാലോ, 41 വയസ്സുണ്ട്, ഓൾഡ് കാർഡാണ്, ഗോൾ പോച്ചർ കാർഡാണ് കൊണ്ടുവന്നത്. അത് തന്നെ ഒരു വലിയൊരു കാര്യമായിരുന്നു പാക്ക് വന്നപ്പോൾ. ഞാൻ ആകെ നോക്കിയത് ഈ ഒരു കാര്യമാണ്, ഗോൾ പോച്ചറാണോ എന്നുള്ള രീതിക്കാണ് ഞാൻ നോക്കിയത്. എന്നാൽ റൊണാൾഡോനെ എടുക്കാം എന്നുള്ള ഡെസിഷനാണ് പിന്നെ ഞാൻ എത്തിയത്. അപ്പോൾ സ്റ്റാറ്റ്സ് ഒക്കെ 94 അവയർനെസ് ഉണ്ട്, അത്യാവശ്യം നല്ല അവയർനെസ് ആണ്. ബോൾ കൺട്രോളും ട്രിബിളിങ് 84-80 ആ ലെവലാണ്. ടൈറ്റ് പൊസിഷനും കൂടെ ഒരു 80 ലെവൽ വരികയായിരുന്നു നല്ലതായിരുന്നു. കാരണം ഒരു ഹെവി ടൈപ്പ് കാർഡാണ്, പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു 80 ലെവലെങ്കിലും ഈ സ്റ്റാറ്റ്സ് ഉണ്ടെങ്കിൽ ബെറ്ററാണ്. ഫിനിഷിങ് 92 ആണ്, ഡീസൻറ്റ് ഫിനിഷിംഗ് ആണ്. 90 ഹെഡിങ്. ഫിനിഷിങ്ങിൻ്റെ കാര്യം ഇപ്പോൾ വലിയതായിട്ട് നോക്കണ്ട, കാരണം ഇപ്പോൾ പറഞ്ഞുതരാം. കേൾ 80 ആണ്. നോർമൽ ഒരു സ്ട്രൈക്കറിന് അത്രയൊക്കെ ആവശ്യമുള്ളൂ. 80 കേളൊക്കെ ധാരാളമാണ്. ബോക്സിന് ഇൻസൈഡിലാണ് കേൾ ചെയ്യേണ്ട ആവശ്യം വരില്ല നമുക്ക്. അതാണ് സംഭവം. അപ്പോൾ ഒന്നാമത് ഹെവി കാർഡ്സ് ആണ് ഈ പരിപാടിയൊക്കെ. അതപ്പം പറഞ്ഞ പോലെ 80 എബോവ് എങ്കിലും 80 എങ്കിലും ഡ്രിബിളിങ്, ടൈറ്റ് പൊസിഷൻ, ബോൾ കൺട്രോൾ സ്റ്റാറ്റ്സ് വേണം. എന്നാലാണ് കുറച്ചുകൂടെ നമുക്ക് ആ ഒരു ബോൾ ഹോൾഡ് ചെയ്തിട്ടിപ്പോൾ കളിക്കാനാണെങ്കിലും ഡബിൾ ടച്ച്, മാസിൽ ടൺ അങ്ങനെ സ്കിൽസ് പെർഫോം ചെയ്യുമ്പോൾ ബോൾ കാൽമ തെറിച്ച് പോകണ്ടിക്കുള്ളൂ. ബാക്കിയുള്ള സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ 90 സ്പീഡ്, 90 ആക്സലറേഷൻ ആക്ച്വലി ഗുഡാണ്. കാരണം 41 വയസ്സുള്ള കാർഡിന് ഇത്രയും സ്പീഡ് കൊടുക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അവർ നല്ലൊരു സ്റ്റാറ്റ്സാണ് ഇവിടെ കൊടുത്തത്. കിക്കിംഗ് പവർ 93, ജമ്പിങ് 93 ആൻഡ് ഫിസിക്കൽ കോണ്ടാക്ട് 89. ഇതെൻ്റെ സ്പെഷ്യൽ പ്രോഗ്രഷനാണ്. അതല്ലാതെ 105 ഓവറോൾ റേറ്റിംഗ് പോകുന്നൊരു കാർഡാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ. പക്ഷേ എനിക്ക് ആവശ്യം എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഹെഡിങ് പവേഴ്സ് വേണമായിരുന്നു, കുറച്ചുകൂടെ ഫിസിക്കലി കളിക്കുന്ന ഒരു പ്ലെയറിനായിരുന്നു ഇവിടെ ആവശ്യം. കാരണം ഇവിടെ ഞാൻ കളിപ്പിച്ചിരുന്ന പ്ലെയർ ബാറ്റിസ്റ്റൂട്ടയാണ്. ഇപ്പോൾ റൊണാൾഡോ ഇല്ലാത്ത സമയത്താണ് ഇപ്പോൾ ബാറ്റിസ്റ്റൂട്ടിനെ ഇറക്കാറ്. അതിന് മുന്നേ വരെ ബാറ്റിസ്റ്റൂട്ട് മാത്രമായിരുന്നു എനിക്കുള്ളത് ആ ഒരു ടൈപ്പ് കളിക്കുന്നത്. അപ്പോൾ പുള്ളി നല്ല ഹെഡിങ്ങും ഏരിയൽ സ്റ്റാറ്റ്സ് ഒക്കെ ഉണ്ട്. ഞാൻ പുള്ളിയുടെ കാണിച്ചുതരാം. ബാറ്റിസ്റ്റൂട്ടർ റിവ്യൂ അല്ല, സ്റ്റാറ്റ്സ് കാണിച്ചുതരാം. അപ്പോൾ ഒരു 89 ഫിസിക്കൽ കോണ്ടാക്ട് വരുന്ന രീതിക്കാണ് ഞാൻ ട്രെയിൻ ചെയ്തിട്ടുള്ളത്. സ്റ്റാമിന 82 ആണ്. ആക്ച്വലി 41 വയസ്സുള്ള ഒരു കാർഡിന് 82 സ്റ്റാമിന നല്ലൊരു കാര്യം തന്നെയാണ്. ഒരു 75 മിനിറ്റ് വരെ മാക്സിമം നമുക്ക് സ്റ്റാമിന ട്രെയിനില്ലാതെ കളിപ്പിക്കാൻ പറ്റും. അതിനുശേഷം ഞാൻ ഇൻസാഗിന് ഇറക്കാറാണ് പതിവ്. കിക്കിംഗ് പവറിൻ്റെയും ഫിനിഷിങ്ങിൻ്റെയും കാര്യം നോക്കുകയാണെങ്കിൽ വിൽ പവർ ഈ ഒരു സ്പെഷ്യൽ സ്കില്ലായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് 93 കിക്കിംഗ് പവർ ആണെങ്കിൽ അത് ഒരു +8 എഫക്റ്റ് നമുക്ക് ഇതിൽ കിട്ടും. വിൽ പവറിൻ്റെ മാക്സിമം എഫക്റ്റാണ് +8. ഓരോ ഷോട്ട് എടുക്കുമ്പോൾ +2 വെച്ചിട്ടാണ് കയറുക. അങ്ങനെ മാക്സിമം +8 വരെ ഇതിൽ എബിലിറ്റി കൂടും. ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിലാണ് അങ്ങനെയാണ്. അപ്പോൾ കിക്കിംഗ് പവർ 93 ആണെങ്കിൽ ഒരു 101 കിക്കിംഗ് പവറും, ഫിനിഷിങ് ഒരു 92 ആണെങ്കിൽ 100 വരെയും പോകാൻ പറ്റും വിൽ പവറിലുകൊണ്ട് തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് സ്കിൽസ് വരുന്നത് റൊണാൾഡോയുടെ. ഞാൻ സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റിക്റ്റ് ആണ് ബൂസ്റ്റർ കൊടുത്തത് എക്സ്ട്രാ. പിന്നെ എക്സ്ട്രാ കുറച്ച് സ്കിൽസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ സ്കില്ലിടാനാണെങ്കിലും പാസിങ് അബിലിറ്റീസ് കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും. ഇപ്പോൾ ഡബിൾ ടച്ച്, 1 ടച്ച് പാസ്, ഔട്ട് സൈഡ് കർലർ, മാസിൽ ടേൺ, ഇത്രയാണ് മെയിനായിട്ട് പറയുന്നത്. ടിപ്പിംഗ് ഷോട്ട് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഞാൻ ത്രൂ പാസിങ് കിട്ടിയാൽ അതുകൂടെ ആഡ് ആക്കാൻ നിൽക്കണം. കാരണം ത്രൂ പാസിങ് അത്യാവശ്യം നല്ലതാണ്. ഞാൻ ഇതിൻ്റെ മുന്നേ കളിപ്പിച്ചത് ബാറ്റിസ്റ്റൂട്ടിനാണ്. ഇപ്പോൾ ബാറ്റിസ്റ്റൂട്ടൊക്കെ ത്രൂ പാസിങ് കൊടുത്തോണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള അളന്ന് മുറിച്ചുള്ള പാസ്സൊക്കെ ബാറ്റിസ്റ്റൂട്ട് കൊടുക്കാറുണ്ട്. റൊണാൾഡോക്ക് അതുകൂടെ കിട്ടിയാൽ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ ബാറ്റിസ്റ്റൂട്ടിൻ്റെ ഒരു ഏകദേശം സ്റ്റാറ്റ്സ് ഞാൻ കാണിച്ചു തരാം. പുള്ളിയാണ് ഇതുവരെ അവിടെ കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ബാക്കപ്പ് പോലെ കളിക്കുന്നത്. 95 അവയർനെസ്, 80
ലെവൽ ടൈറ്റ് പൊസിഷൻ ഉണ്ട്. അപ്പോൾ റൊണാൾഡോനൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ എളുപ്പം കമ്പാരിറ്റീവ്ലി കേട്ടോ. പുള്ളി അടിപൊളി സൂപ്പർ ഡ്രിബിളർ അങ്ങനെ പറയുന്നില്ല, കമ്പാരിറ്റീവ്ലി അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റാറ്റ്സ് വരുന്നത് കണ്ടോ, ഏകദേശം എല്ലാം 90-92 ആ ലെവലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പെഷ്യൽ പ്രോഗ്രഷൻ കൊടുത്തത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്ടോ പ്രോഗ്രഷൻ ഇതുപോലെ കൊടുക്കാം. ഞാൻ റൈറ്റ് കണ്ണ് വെച്ചിട്ടാണ് കാണിക്കുന്നത്, അതുപോലെ കൊടുക്കാൻ പറ്റും. പക്ഷേ എന്താ ഹെഡിങ് എബിലിറ്റീസും ഫിസിക്കൽ കോണ്ടാക്റ്റും റൊണാൾഡോക്ക് അത്രത്തോളം കിട്ടണമെന്നില്ല. ഈ റൊണാൾഡോയുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്ത് പറയാം. ബാറ്റ് ഷോട്ടൊക്കെ 80 ബാലൻസ് ആണുള്ളത്, പക്ഷെ എന്താ 92 ഫിസിക് ഉണ്ട്. പലപ്പോഴും സ്ട്രോങ് സ്ട്രൈക്കേഴ്സിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ടേൺ ചെയ്തിട്ട് പവർ ഷോട്ട് അടിക്കുക, ഇതാണ് മെയിനായിട്ടുള്ളൊരു ഇൻസ്റ്റൻസ് വരാറ്. അപ്പോൾ ഈ ഒരു ഓട്ടോ പ്രോഗ്രഷൻ കളിക്കുമ്പോൾ 84 ഫിസിക് 84 ഹെഡിങ് എന്ന രീതിക്കാണ് വരുന്നത്. ഏരിയൽ എബിലിറ്റീസും കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 90 നിയർ 90 അല്ലെങ്കിൽ 90 എബോ ഫിസിക് ഉണ്ടെങ്കിലാണ് ഇങ്ങനത്തെ പ്ലേയേഴ്സിന് ടേൺ ചെയ്ത് ഷോട്ട് എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാവുള്ളൂ. ഞാൻ കൊടുത്ത പ്രോഗ്രഷൻ ഈ ഒരു രീതിക്കാണ്. 89 ഫിസിക്കും 90 ഹെഡിങ്ങും 93 ജമ്പിങ് ഒക്കെ വരുന്ന ഒരു പ്രോഗ്രഷനിലാണ്. നൈസായിട്ട് ഗോൾ അടിച്ചിടുന്നുണ്ട്, ഏരിയൽ ഗോൾസ് ഇഷ്ടം പോലെ ഇടുന്നുണ്ട്. ഞാൻ തോന്നുന്നു ഏറ്റവും കൂടുതൽ ഹെഡർ ഗോൾസാണ് പുള്ളിക്കാരൻ അടിച്ചത്. പിന്നെ ലോങ് റേഞ്ച് ഷോട്ടിങ് അടിക്കുന്നുണ്ട്, നോർമൽ ആയിട്ടുള്ള രീതിക്ക് അടിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അടിച്ചത് ഏരിയലായിട്ടുള്ള ഗോൾസാണ്. ബൈസിക്കിൾ വരെ അടിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ. അപ്പം അത്തരം എബിലിറ്റീസ് കാണിക്കേണ്ട ഈ ഒരു പ്രോഗ്രഷനിൽ ഞാൻ ഇതന്നെ ചെയ്യണമെന്നല്ല പറയുന്നത്, ഇത് കുറച്ചുകൂടെ ബെറ്ററാണ് എൻ്റെ എക്സ്പീരിയൻസിൽ. പിന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിക്ക് കൊടുക്കാം, ഒരു 90 ജമ്പിങ് 86 ഹെഡർ 86 ഫിസിക്കൽ കോണ്ടാക്റ്റ്. ഇത് അത്യാവശ്യം ഏരിയൽ എബിലിറ്റീസും പരിപാടി കാണിക്കുന്നുണ്ട്, 90 ജമ്പൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഫിസിക്കിൻ്റെ കാര്യമാണ് കുറച്ചുകൂടെ പ്രശ്നം. ഞാൻ പറഞ്ഞ പോലെ ഫിസിക്ക് ഉണ്ടാകാൻ മാത്രമേ ഇങ്ങനത്തെ സ്ട്രോങ് പ്ലേയേഴ്സിന് ടേൺ ചെയ്ത് ഷോട്ട് എടുക്കാനുള്ള ഒരു എബിലിറ്റി കിട്ടും. അല്ലാത്തപ്പോൾ റൊണാൾഡോ സ്ട്രോങ് CBO അല്ലെങ്കിൽ സ്ട്രോങ് പ്ലേയേഴ്സൊക്കെ എതിരെ ബോൾ എടുക്കാൻ വരുമ്പോൾ വീണ് പോകുന്നതായിട്ട് വളരെ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അത് നമ്മുടെ ചാൻസും പരിപാടിയൊക്കെ പിന്നെ കുറയ്ക്കുക ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫിസിക്കിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പ്രോഗ്രഷൻ നിങ്ങൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏരിയൽ ബൂസ്റ്ററൊക്കെ യൂസ് ചെയ്യാം കേട്ടോ, കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഞാൻ കൊടുത്തിട്ടില്ല ഇതുവരെ, അത് കൊടുത്താൽ കുറച്ചുകൂടെ മേ ബി ബെറ്റർ ആയിരിക്കും. ഗോൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലത്തെ കുറേ ഹെഡർ ഗോൾസ് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനത്തെ കുറച്ച് ബൈസിക്കിൾ ഗോൾസ് ഉണ്ട്. ഞാൻ കുറേ മാച്ചസൊന്നും റെക്കോർഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അത്രയും അടിച്ച എല്ലാ ഗോൾസും കാണിക്കാൻ പറ്റില്ല. അങ്ങനെ അടിച്ച് റെക്കോർഡ് ഉള്ള ഗോൾസ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതുപോലെ സിമ്പിളായിട്ട് ഓടിക്കയറി ഫിനിഷ് ചെയ്യുന്ന കുറേ സിറ്റുവേഷൻസും ഉണ്ട്. അപ്പോൾ നോക്കി ചെയ്താൽ മതി. പുള്ളി ഓടുമ്പോൾ ത്രൂട്ട് എടുത്താൽ എടുക്കും, അത്യാവശ്യം ഫിസിക്കുള്ളതുകൊണ്ട് തട്ടി മാറ്റി എടുക്കുന്ന സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആരൊക്കെ എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും ഇപ്പോഴും. അതായത് കുറേ പേര് സേവ് ചെയ്തിട്ടുണ്ടാവും, പുതിയ പാക്ക് വരുമോ, വേറെ പ്ലേയേഴ്സിൻ്റെ എപ്പിക്ക് വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇനി വരാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ റൊണാൾഡോ ഏറ്റവും ബെസ്റ്റ് സ്ട്രൈക്കറാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എടുത്തത് വെച്ചാൽ ബാറ്റിസ്റ്റൂട്ട മാത്രമേ എനിക്ക് സ്ട്രോങ് CF ആ ഒരു കാറ്റഗറി ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഒരു ആളും കൂടെ എക്സ്ട്രാ ആ രീതിക്ക് വരണം എന്നുള്ളതാണ് ഞാൻ റൊണാൾഡോന് എടുത്തത്. നല്ല രീതിക്ക് സിമിലർ ആണ്, കുറച്ചുകൂടെ ഏരിയൽ എബിലിറ്റീസ് കൂടുതലാണ് ഈ റൊണാൾഡോക്ക്. അപ്പോൾ കുറേ പേരിപ്പം കോയിൻ സേവ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് നല്ലൊരു സ്ട്രോങ് CF വേണം, അത്യാവശ്യം നല്ലത്. വേറെ അടിപൊളി ഷൗച്ചെങ്കോ, റൊമന്നീഗ്, അതുപോലെ എറ്റോ അങ്ങനത്തെ സ്ട്രൈക്കേഴ്സൊന്നും ഇല്ലാത്തവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് 2000 കോയിൻസിൽ ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടുന്ന ഈ റൊണാൾഡോ. പിന്നെ റൊണാൾഡോക്ക് വേണ്ടി മാത്രം എടുക്കണമെങ്കിൽ നിങ്ങൾ റൊണാൾഡോ ഫാൻ ബോയ് ആയിരിക്കണം, അല്ലെങ്കിൽ റൊണാൾഡോനെ കളിപ്പിക്കണം എന്നുള്ളൊരു രീതിക്കായിരിക്കണം. ഞാൻ എടുത്തത് എന്താ വെച്ചാൽ ഗോൾ പോച്ചറാണ്. റൊണാൾഡോൻ്റെ കാർഡ് ഭയങ്കര റെയറാണ് ഗെയിമിൽ വരുന്നത്, അതുകൊണ്ട് എടുത്താണ്, കളിപ്പിക്കുന്ന ആഗ്രഹം ഉള്ളതുകൊണ്ട് എടുത്താണ്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇത് നമ്മുടെ കോച്ചിൻ്റെയും ബാക്കി ഈ ഒരു പാക്കിൽ വരുന്ന പ്ലേയേഴ്സിൻ്റെയും ജസ്റ്റ് ഒരു ഒപ്പീനിയൻ പോലെ പറയും. കോച്ചിൻ്റെ കുറേ മാച്ചസ് ഇതിലുണ്ട്, ഞാൻ ചാനൽ ഇട്ടിട്ടുണ്ട് ഡിവിഷൻ റാങ്കൂഷിൽ. അപ്പോൾ അതിൽ വരുന്നത് പറഞ്ഞാൽ പുള്ളി അടിപൊളിയാണ് അറ്റാക്കിൻ്റെ കാര്യത്തിൽ. ഡിഫൻസ് വരുമ്പോൾ കുറച്ച് ഷോക്കാണ്. പിന്നെ പുള്ളിയുടെ കാര്യം പറയുന്നത് ക്വിക്ക് കൗണ്ടർ യൂസ് ചെയ്യുന്ന യൂസേഴ്സിൻ്റെ ബെസ്റ്റ് മാനേജറാണ്. കാരണം 90 പ്രൊഫഷൻസും നല്ല 2 ബൂസ്റ്റേഴ്സാണ് വരുന്നത്, എല്ലാം റേറ്റിംഗ് അപ്പൊക്കെ. എൻ്റെ ഒബാമയങ്, ബാറ്റിസ്റ്റൂട്ട എല്ലാം 105, 106 അങ്ങനെ പോകുമായിരുന്നു റേറ്റിംഗ്. കുറേ പേര് നല്ല റേറ്റിംഗ് അപ്പായി. പക്ഷേ ഇത് സംബന്ധിച്ചാൽ ഞാൻ ലോങ് ബോൾ കൗണ്ടർ കളിച്ച് അങ്ങനെ തഴങ്ങിയുകൊണ്ട് എനിക്ക് ക്വിക്ക് കൗണ്ടർ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഹൈലൈൻ ഡിഫൻസാണ്. അപ്പോൾ ഹൈലൈൻ എന്ന് പറയുമ്പോൾ ആ സെൻറ്റർ ആ വരല്ലേ, അവിടെ ഉണ്ടാവും ഇവരൊക്കെ. എന്നിട്ട് എല്ലാവരും മാനുവലി നമ്മൾ ബാക്കോട്ട് വലിച്ച് കളിക്കണം. ഇത് മാനുവലി എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം നെറ്റൊക്കെ ലേഖയോടെ തീർന്നു, ഒപ്പം കൊണ്ടേ ഗോളടിക്കും, അതുണ്ടാവും പോണേ. അപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് മാച്ചസ് കളിച്ചിട്ടുണ്ട്, അത് ചാനൽ ഇട്ടിട്ടുണ്ട്. എല്ലാം ഇട്ടിട്ടില്ല, പക്ഷേ 3-4 മാച്ചസൊക്കെ ഉണ്ടാവും. അത് അത്യാവശ്യം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ 3 മിഡ്ഫീൽഡേഴ്സിന് വെച്ചിട്ട് ഡിഫൻസ് കുറച്ച് സ്ട്രോങ് ആക്കിയത്. അതായത് ഡിഫൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5CB കളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ഡിഫൻസ് മിഡ്ഫീൽഡേഴ്സ് അല്ലെങ്കിൽ മിഡിൽ കുറച്ചുകൂടെ പ്ലേയേഴ്സിനെ ഇൻക്ലൂഡ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിക്ക് മാനേജ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലേയേഴ്സിനെ കളിപ്പിക്കാൻ പറ്റുന്നില്ല. ഫിഗോ ആയിക്കോട്ടെ, മെസ്സി ആയിക്കോട്ടെ.
അങ്ങനത്തെ പ്ലേയേഴ്സൊന്നും കളിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ബാക്ക് ടു LBC എന്നുള്ള രീതിക്ക് വന്നു. എൻ്റെ അറ്റാക്ക് മെയിൻലി ഫോക്കസ്ഡ് ഓൺ വിങ്സ് ആണ്. അപ്പം വിങ് അറ്റാക്സിൽ ഏറ്റവും കൂടുതൽ വേണ്ട സ്പീഡാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ലോങ് ബോൾ ടാറ്റിക്സ് ഇട്ട് കളിക്കുക എന്ന് വെച്ചാൽ പോലും ഈ വിങ്ങേഴ്സിൻ്റെ മൂവ്മെൻറ്റ് ഭയങ്കരമായിട്ട് സ്ലോ ആവുന്നുണ്ട് ഈ ലോങ് ബോൾ ടാറ്റിക്സിൽ. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. 1-2 ഗോൾസിനൊക്കെ ജയിച്ച് പോകുന്നുണ്ട്, പക്ഷേ അധികവും എനിക്ക് അറ്റാക്ക് നടത്താൻ പറ്റുന്നില്ല, കുറവായിരുന്നു. സെൻട്രൽ അറ്റാക്ക് ഒന്നാമത് കുറവാണ്. വിങ് കൂടെ സ്ലോ ആയാൽ എൻ്റെ ഫോർമേഷനിലും എൻ്റെ ടാറ്റിക്സിലും അതൊന്നും വർക്കാവില്ല. അപ്പോൾ ഞാൻ അത് ഒഴിവാക്കി. ഞാൻ നല്ലൊരു 90 പ്രൊഫഷൻസുള്ള 2 പോസ്റ്റേഴ്സ് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു 90 പ്രൊഫഷൻസുള്ള ലോങ് ബോൾ കൗണ്ടർ മാനേജർ വരികയാണെങ്കിൽ എടുക്കും, കുറച്ച് കഴിഞ്ഞാൽ വരികയാണെങ്കിൽ. അപ്പോൾ അതാണ് മാനേജറെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ക്വിക്ക് കൗണ്ടർ നല്ല രീതിക്ക് കളിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ അടിപൊളിയൊന്നും നോക്കാനില്ല, ഈ ഒരു മാനേജർ നല്ല വർത്താണ്. മെയിൻ അട്രാക്ഷൻ പറഞ്ഞ പോലെ റൊണാൾഡോ ആണ്. ഞാൻ റൊണാൾഡോക്ക് വേണ്ടി മാത്രമാണ് ഈ പാക്ക് എടുത്തത്. നിങ്ങളങ്ങനെ എടുക്കണ ഒരു കാര്യമില്ല, അത് അത്ര വರ್ತല്ല. 2000 കോയിൻസ് ഇതിന് റൊണാൾഡോക്ക് വേണ്ടി മാത്രം മുടക്കാൻ ഞാൻ പറയുന്നില്ല. രണ്ടും കൂടെ അല്ലെങ്കിൽ പാക്കിലെ ബാക്കി പ്ലേയേഴ്സിനെ നോക്കിയിട്ട് എടുത്താൽ മതി. ബാക്കി പ്ലേയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് പറയുകയാണെങ്കിൽ വിറ്റീന, ന്യൂനോ മെൻഡസ്, പിന്നെ ഹാവനോസ്, ഇവർ 3 പേരും അടിപൊളിയാണ്. ഞാൻ യൂസ് ചെയ്തതിലേക്ക് ഈ 3 പേരാണ് ഞാൻ നല്ല ഇഷ്ടപ്പെട്ടത്. ബോക്സ് ടു ബോക്സ് ഹാവനോസ് അടിപൊളിയാണ്. അല്ല വിറ്റീന എല്ലാ കാർഡ്സും നല്ലൊരു ഡീറ്റെയിലിംഗ് ഉള്ളതാണ് ബസ്സിൽ അല്ലെങ്കിൽ ഈ ഫുട്ബോളിൽ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെടും. ന്യൂനോ മെൻഡസിന് ഡിഫെൻസീവ് ഒരു ടാറ്റിക്സ് ഇല്ലേ, അത് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടാണ് യൂസ് ചെയ്തത്. ആ വിങ്ങേര് നല്ല രീതിക്ക് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 3 പേരാണ് മെയിനായിട്ട് എടുത്ത് പറയുന്നത്. ജാവോ ഫെലിക്സും ബ്രൂണോ ഫെർണാണ്ടസും പറയുന്നതിൻ്റെ കുറച്ചുകൂടി ബെറ്റർ കാർഡ്സ് ഉണ്ട്, അതാണ് കുറച്ചുകൂടി പെർഫോമൻസ് തോന്നി. ഇതിൽ വലിയതായിട്ട് തോന്നിയിട്ടില്ല. ബാക്കിയുള്ളവർ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഗൈസ്, കാരണം ഞാൻ ഓരൊക്കെ വിറ്റ്, സീബിനെ വിറ്റ്, ഗോൾ കീപ്പറെ വിറ്റ്, ഈ പോസ്റ്റർ വേണ്ടിയിട്ട് കളിപ്പിച്ചില്ല. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ ഇതൊരു ഗൈഡായിട്ട് മാത്രം എടുക്കാൻ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തായാലും ചാടിക്കറി എടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ നോക്കി എൻ്റെ ഒപ്പീനിയൻ അനലൈസ് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി. അപ്പോൾ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ അറിയില്ല, കാരണം ഞാൻ ആദ്യമായിട്ട് റിവ്യൂ പോലെ ചെയ്യുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യാം, ഞാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഗൈസ് ബൈ.